ഹല്ലേലൂയ ന്യൂസിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോട് കൂടെ എൻ്റെ സ്നേഹിതൻ കൂടെയായിരിക്കുന്ന പാസ്റ്റർ ഷാജി കാരയ്ക്കലുണ്ട്. അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകനാണ്. ഇപ്പോൾ ഡാളസിൽ താമസിക്കുന്നു. ദീർഘവർഷങ്ങൾ അദ്ദേഹം ന്യൂയോർക്കിലാണ് പാർത്തിരുന്നത്. ഇന്ത്യയിലായിരുന്നപ്പോൾ തന്നെ അദ്ദേഹം മാധ്യമ പ്രവർത്തന രംഗത്ത് സജീവമായിരുന്നു. ഇപ്പോഴും കഴിഞ്ഞ 3.5 പതിറ്റാണ്ടായി അമേരിക്കയിൽ നിന്ന് മാധ്യമ പ്രവർത്തന രംഗത്ത് സജീവമാണ്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മാധ്യമ പ്രവർത്തന രംഗത്ത്. ലോകമെങ്ങും നടക്കുന്ന ഇവൻറ്റുകളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതിൽ അദ്ദേഹം ശ്രദ്ധാലുവാണ്. കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നതിലും അദ്ദേഹത്തിൻ്റേതായ തനതായ ഒരു ശൈലിയുണ്ട്. ഇപ്പോൾ വളരെ കലുഷിതമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വലിയ ഒരു അകൽച്ചയുടെ കാലഘട്ടമാണ്. ഈ അകൽച്ചയുടെ കാലഘട്ടത്തിൽ അത് അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഒരുപോലെ ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് അമേരിക്ക ഇപ്പോൾ പാകിസ്ഥാനുമായിട്ട് കൂടുതൽ അടുക്കുന്നു, ഇന്ത്യ ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും കൂടുതൽ അടുക്കുന്നു. വളരെ പെട്ടെന്നുണ്ടായിരിക്കുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കംപ്ലീറ്റ് മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്ത് തോന്നുന്നു, എവിടേക്കാണ് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം പോകുന്നത്? കഴിഞ്ഞ അനേക വർഷങ്ങളിൽ അമേരിക്കൻ രാഷ്ട്രീയം ബ്യൂറോക്രസിയുടെ പിടിയിലായിരുന്നു. അവരാണ് കാര്യങ്ങളുടെ അവസാന വാക്ക്. പലപ്പോഴും അവരുടെ ചിന്താഗതികൾക്കനുസരിച്ച് സർക്കാരുകളെ നിയന്ത്രിക്കുകയും, അല്ലെങ്കിൽ പ്രസിഡൻ്റാണല്ലോ അമേരിക്കയുടെ അവസാന വാക്കെന്ന് പറയുന്നത്. ആ നിലകളിൽ അവരുടെ തീരുമാനത്തെ സ്വാധീനിക്കാൻ ഈ ബ്യൂറോക്രസിക്ക് എന്നും കഴിഞ്ഞിരുന്നു. ഇവരെ സ്വാധീനിക്കാൻ, അതുപോലെ അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരെ സ്വാധീനിക്കാൻ വൻകിട ബിസിനസ്സുകാരും അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളുള്ള എല്ലാ ഗ്രൂപ്പുകളും സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. അത് മത, രാഷ്ട്രീയ, സാമ്പത്തിക നിലകളിലൊക്കെയുള്ള ഇടപെടലുകൾ ആ നിലകളിലുണ്ടായിരുന്നു. ആ ഒരു സ്ഥിതിവിശേഷമാണ് കഴിഞ്ഞ അനേക പതിറ്റാണ്ടുകൾ അമേരിക്കയിൽ നിലനിന്നിരുന്നത്. എന്നാൽ അതിന് വളരെ വ്യത്യസ്തമായ ഒരു നിലപാടുമായിട്ടാണ് വളരെ വിജയകരമായ ബിസിനസ്സുകൾ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നും ചെയ്യുമെന്നും ഒക്കെ തീരുമാനിച്ചിരുന്ന ഒരു ബിസിനസ്സുകാരൻ ഇതിനെയെല്ലാം കൂടെ പൊളിച്ചടുക്കി ഒരു പുതിയ വ്യവസ്ഥിതി തന്നെയാണ് പുതിയ ഭരണകൂടം ലോകത്തിൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നത്. അതിനോട് സമരസപ്പെടുക എന്ന് പറയുന്നത് അത്ര എളുപ്പം സാധിക്കുന്ന കാര്യമല്ല. കാരണം പതിറ്റാണ്ടുകളായിട്ട് ഒരേ നിലകളിൽ നീങ്ങിക്കൊണ്ടിരുന്നിടത്ത് നിന്ന് ഇതിനെ ഒന്ന് ഈ സ്ഥിതിവിശേഷങ്ങൾക്കൊരു രൂപാന്തരം വരുത്താൻ കഴിയുന്ന ഒരു ആൾ രംഗത്ത് വരുന്നു. അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ പലപ്പോഴും ആ തീരുമാനങ്ങളുടെ ലോജിക്കൽ സ്റ്റാൻഡ് പോയിൻറ്റും പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പോയിൻറ്റും ഒക്കെ ആ വ്യക്തിയിൽ അധിഷ്ഠിതമാണ്. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് ഈ കഴിഞ്ഞ ചില വർഷങ്ങളിൽ, പ്രത്യേകിച്ച് ട്രംപ് അധികാരത്തിൽ വരികയും പുറത്തു പോവുകയും അതിനുശേഷം പിന്നെയും അധികാരത്തിൽ വരികയും ചെയ്തു എന്നുള്ളത്. രണ്ടാം ഊഴം അദ്ദേഹത്തിന് ലഭിച്ചത് ഒന്നാമത്തെ ആ ഭരണകൂടത്തിൻ്റെ എല്ലാവിധമായിട്ടുള്ള ബാലാരിഷ്ടകളും മാറിയുള്ള ഒരു തിരിച്ചുവരവായിരുന്നു. അന്ന് ആദ്യത്തെ പ്രാവശ്യം ഡെമോക്രാറ്റ്സ് അദ്ദേഹത്തിൻ്റെ എല്ലാ പരിപാടികൾക്കും എങ്ങനെ തടയിടാൻ കഴിയും എന്ന ഒരു ചിന്തയോടെയാണ് പ്രവർത്തിച്ചത്. അതിനു മുൻപുള്ള ഒരു ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കൻസും ഒക്കെ അവരുടേതായ രാഷ്ട്രീയ തന്ത്രങ്ങളും പോളിസികളും ഒക്കെ ഉള്ളപ്പോൾ തന്നെ the last thing
or the first thing is the country. രാജ്യത്തിൻ്റെ നന്മയായിരുന്നു രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും ലക്ഷ്യം. അതുകൊണ്ട് തന്നെ എവിടെയൊക്കെ ഒരു റെക്കൺസിലിയേഷൻ ആവശ്യമുണ്ടോ, എവിടെയൊക്കെ സമരസപ്പെട്ടു പോകണമോ, അവിടെയൊക്കെ അതിന് തയ്യാറായിരുന്ന നേതൃത്വങ്ങളായിരുന്നു പഴയ കാലത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ശബ്ദകോലാഹലങ്ങൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഇന്ന് വരെ അനുഭവപ്പെടാതിരുന്നതിൻ്റെ ഒരു കാരണം അതാണ്. അതിനെക്കുറിച്ച് തന്നെ ഒത്തിരി വിശദീകരണം നമുക്ക് നടത്താൻ കഴിയും. ആ നിലകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ശൈലിയുമായിട്ടാണ് ഈ ബിസിനസ്സുകാരൻ അമേരിക്കയുടെ തലപ്പത്തേക്ക്, അധികാര തലപ്പത്തേക്ക് വരുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ആദ്യത്തെ ട്രംപ് ഭരണകൂട കാലത്ത് ഒരു ബോംബിംഗ് നടക്കണം. അപ്പോൾ അതിന് പട്ടാളക്കാർ, അവരുടെ മേധാവികൾ പറയുന്നതാണ് സാധാരണഗതിയിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് കേട്ടുകൊണ്ടിരുന്നത്. അതിനോട് അവർ പറയുന്ന റെക്കമെൻഡേഷൻ അതുപോലെ തന്നെ പ്രാവർത്തികമാക്കാനുള്ള ഓർഡർ കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ട്രംപിൻ്റെ കാലഘട്ടം വന്നപ്പോൾ അദ്ദേഹം ഈ റെക്കമെൻഡേഷൻ തനിക്ക് ലഭിച്ചപ്പോൾ ചോദിച്ചു, എത്ര പേര് ഈ ബോംബിങ് കൊണ്ട് മരിക്കാനിടയാകും, വധിക്കപ്പെടും. അപ്പോൾ അത് ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ ഒഴിവാക്കാൻ, അതുകൊണ്ട് തന്നെ ആ പട്ടാള നേതൃത്വത്തിൻ്റെ ആ നിർദ്ദേശത്തെ അദ്ദേഹം അവഗണിച്ചുകൊണ്ട് അതിനെതിരായ ഒരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. അപ്പം ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ടൊരു കാര്യം പറയാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഒരു ഡെമോക്രസിയാണ്, ജനാധിപത്യമാണെന്നൊക്കെ നാം പറയുമ്പോൾ തന്നെ ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഒരു മലയാളി രംഗത്ത് വരുന്നത് വരെ അങ്ങനെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു എന്ന് പോലും ഇവിടുത്തെ സാധാരണക്കാർ അറിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ധീരമായ നിലപാടുകളാണ് ആ ഒരു ഓഫീസിൻ്റെ ശക്തിയും ഒക്കെ വെളിപ്പെടുത്തി. എന്ന് പറഞ്ഞതുപോലെ ഒരു ഡിസ്റപ്ഷനാണ് ഇപ്പോൾ അമേരിക്കയിൽ സംഭവിക്കുന്നതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും. അതിന് അവരുടേതായ വ്യക്തിപരമായ അല്ലെങ്കിൽ അവരുടെ രാജ്യ താല്പര്യങ്ങൾ തന്നെയാണ് ഈ കാര്യങ്ങളുടെ പിന്നിലുള്ളത് എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഈ കാര്യങ്ങളെ കുറച്ചുകൂടെ വ്യത്യസ്തമായി കാണാൻ നമുക്ക് കഴിയുന്നത്. ഞാൻ ഒരു ബിസിനസ് ചെയ്യുന്നു, സാംകുട്ടി ഒരു ബിസിനസ് ചെയ്യുന്നു. നമ്മൾ തമ്മിൽ ഒരു ക്രയവിക്രയം നടക്കണമെങ്കിൽ നമ്മുടെ ധാരണ ശരിയായിരിക്കണം. എന്ന് പറഞ്ഞതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ എക്കോണമി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, അമേരിക്ക തന്നെയാണ്. അത് മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയുന്ന, ഇന്ത്യ ഉൾപ്പെടെ ഉള്ള ഒരു രാജ്യത്തിനും അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സാധ്യതയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ കഴിയും എന്ത് ടേംസിൽ ഈ കാര്യങ്ങൾ നിർവഹിക്കും. അപ്പം ഒരു ഫ്രീ എൻ്റർപ്രൈസ് എന്ന ഒരു കൺസെപ്റ്റാണ് ഈ കാലം വരെ അമേരിക്ക പിന്തുടർന്ന്. എന്തെല്ലാം വേണോ വന്നോട്ടെ, എന്തെല്ലാം കൊടുക്കണോ കൊടുത്തോട്ടെ, എന്തെല്ലാം വേണം ചെയ്തോട്ടെ, ഏത് ബിസിനസ്സിനും അവരുടെ ടേംസിൽ ഇവിടെ പ്രവർത്തിക്കാൻ കഴിയും എന്ന ഒരു നിലപാടായിരുന്നു ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നത്. അപ്പോൾ ട്രംപ് ഭരണകൂടം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ നിന്ന് യൂറോപ്പിലോട്ടോ ഇന്ത്യയിലോട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളിലോട്ട് എന്തെങ്കിലും കയറ്റുമതി ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഏറെ തീരുവ കൊടുക്കണം. എന്നാൽ അവരിങ്ങോട്ട് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവരിങ്ങോട്ട് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അവർക്കൊരു പ്രശ്നവുമില്ല, നോ ചാർജസ്. അതൊരു ഫെയറായിട്ടുള്ള ഒരു ട്രേഡ് ഡീലല്ല എന്ന വാദഗതി. അതോടനുബന്ധിച്ച് തന്നെ ഈ കഴിഞ്ഞ അനേക ഭരണകൂടങ്ങൾ വരുത്തിവെച്ച സാമ്പത്തിക വിനകൾ അമേരിക്കയ്ക്ക് തലവേദനയായി തീർന്നിട്ടുണ്ട്. ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടി, ആളുകളെ ഈ ഖജനാവ് കാലിയായാലും വേണ്ടില്ല, എവിടുന്നെങ്കിലും കടമെടുത്തായാലും വേണ്ടില്ല, ഞങ്ങളുടെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കുക മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന നിലയിൽ ഈ ഖജനാവ് തൂത്തുവാരി
കടവും കയറ്റിയിട്ടാണ് പല ഭരണകൂടങ്ങളും ഇറങ്ങിപ്പോയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ രാജ്യത്തോട് സ്നേഹം അക്കാര്യത്തിൽ അവർക്ക് ഒരു കൂറുമില്ല, ജനങ്ങളോട് കൂറില്ല. ജനങ്ങളുടെ നന്മ എന്ന് പറയുന്നത് രാജ്യനന്മയാണ്. ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അപകടകരമായ നിലയിൽ സാമ്പത്തിക രംഗം തകർന്നുപോയി. അതിനെക്കുറിച്ച് പലപ്പോഴും മാധ്യമങ്ങൾ സംസാരിക്കാറില്ല. എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു പൊളിറ്റിക്സ് പറഞ്ഞ് സെൻസേഷണലൈസ് ചെയ്ത് മനുഷ്യൻ്റെ വൈകാരിക തലങ്ങളിൽ തങ്ങളുടെ ഷോയുടെ ആ റേറ്റിംഗ് കൂട്ടുക എന്നുള്ളതിനപ്പുറത്ത് രാജ്യ താല്പര്യങ്ങളെക്കുറിച്ച് പറയാനോ അല്ലെങ്കിൽ രാജ്യതന്ത്രജ്ഞത എന്താണെന്നുള്ളതിനെക്കുറിച്ച് സംസാരിക്കാനോ മെനക്കെടാതിരുന്നു എന്നുള്ളതിൽ മാധ്യമങ്ങൾ വളരെ അമ്പേ പരാജയപ്പെട്ട ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ. പ്രത്യേകിച്ച് രാഷ്ട്രീയ നിലപാടുകൾ. ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രാഥമികമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സത്യം പറയുക എന്നുള്ളതാണ്. സത്യം പറയുന്നതിന് വിരുദ്ധമായി തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിശകലനം ചെയ്യുകയും എല്ലാ അസത്യങ്ങളെയും സത്യങ്ങളായും എല്ലാ സത്യങ്ങളെയും അസത്യങ്ങളായും പ്രകീർത്തിക്കപ്പെടുവാൻ ഈ കഴിഞ്ഞ കാലങ്ങളിൽ അമേരിക്കയിലെ മെയിൻ ലൈൻ മീഡിയ ശ്രമിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു സത്യമാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പ്, അപ്പോൾ ട്രംപിനെ ജയിപ്പിക്കരുത് എന്ന് നിർബന്ധമുള്ള ഒരു മീഡിയ കമ്പനി അവർ ട്രംപിനെതിരായി വന്ന രാഷ്ട്രീയ പ്രതിയോഗിയുടെ ആ ഇൻ്റർവ്യൂ അഭിമുഖം എഡിറ്റ് ചെയ്ത് വളരെ ഭംഗിയാക്കി ജനങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യത്തക്ക പോലെ ഈ സ്ത്രീ ഒരു ഏബിൾ ആളാണ്, നേതാവാണ്, നമുക്ക് കൊള്ളാം, നമുക്ക് ട്രസ്റ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ള നിലകളിൽ അവരെ ഒന്ന് പ്രസൻറ്റ് ചെയ്യാനായിട്ടൊരു ശ്രമം നടത്തി എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം മാനിപ്പുലേഷൻസ് ഒത്തിരി നടന്നിട്ടുള്ള കുറേയേറെ കാലത്തിൻ്റെ കഥയാണ് അമേരിക്കയുടെ ചരിത്രത്തിലുള്ളത്. അപ്പോൾ ഇതിനെ മുഴുവനും അടിച്ചു പൊളിച്ച് ഇതിനെ മുഴുവൻ വെല്ലുവിളിക്കാൻ തയ്യാറാകുന്ന ഈ സ്ഥിതിവിശേഷങ്ങൾക്ക് അറുതി വരുത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഒരു വ്യക്തി രംഗത്ത് വന്നിരിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം അടപടലം തകരാറിലായില്ലെങ്കിലേ അത്ഭുതപ്പെടാനായിട്ട്. സാറേ, അത് മനസ്സിലാവുന്നുണ്ട്. ഈ അടിസ്ഥാനപരമായി തുടർന്നു വന്ന രീതികൾ മാറിയിട്ട് പുതിയൊരു ഒരു സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി ഇപ്പം അമേരിക്കയിലേക്ക് ഉൽപ്പന്നങ്ങൾ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും എത്തുമ്പോൾ അതിന് ടാക്സ് ഇല്ല എന്ന് പറയുമ്പോൾ ഇതിനകത്ത് അടിസ്ഥാനപരമായി ഇതിൻ്റെ ഗുണഭോക്താവ് അമേരിക്കക്കാരാണ്, അല്ലേ? അവിടുത്തെ സാധാരണക്കാരാണ്, അവിടുത്തെ കസ്റ്റമേഴ്സാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ. ഇപ്പോൾ ഈ താരിഫുകൾ ഉയർത്തി ഇങ്ങനെ ഒരു പുതിയ മാറ്റം കൊണ്ടുവരുമ്പോൾ ട്രംപ് അതിനകത്ത് മുന്നിൽ കാണുന്നത് രാജ്യത്തിന് വലിയ വരുമാനം ഉണ്ടാകുമെന്നുള്ള ഒരു ലക്ഷ്യമായിരിക്കും അദ്ദേഹത്തിനുള്ള. ആസ് എ ബിസിനസ് മാൻ പുള്ളി അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത്. എന്നാൽ ആത്യന്തികമായി സംഭവിക്കുന്നത് അമേരിക്കക്കാരന് തന്നെ അത് ദോഷകരമായിട്ട് വരികയല്ലേ. ഇപ്പോൾ ഓരോ പ്രൊഡക്റ്റിൻ്റെയും വില എടുത്ത് പരിശോധിക്കുക. ഈ ട്രംപിൻ്റെ ഭരണകാലം തുടങ്ങിയതിന് ശേഷമുള്ള ഈ കഴിഞ്ഞ ചില മാസങ്ങൾ കൊണ്ട് തന്നെ വലിയ വിലക്കയറ്റത്തിൻ്റെ ഒരു വലിയ സ്ഥിതിയിലൂടെ അമേരിക്ക കടന്നു പോകുന്നത്, അല്ലേ? അക്കാര്യത്തിൽ ഈ താരിഫ് കൊണ്ട് ഖജനാവ് നിറയ്ക്കുക എന്നുള്ളതല്ല അവസാന ലക്ഷ്യം. അതൊരു മീൻസ് മാത്രം, അത് മറ്റെന്തൊക്കെയോ സാധിച്ചെടുക്കാനുള്ള ഒരു ബാർഗൈനിങ് ചിപ്പാണ്. അതിനപ്പുറത്ത് അതിനെ കാണേണ്ടതില്ല. ഇക്കാര്യങ്ങളെ എതിർത്തിരുന്ന ധാരാളം കമ്പനികൾ അമേരിക്കയിലുണ്ട്. ഉദാഹരണത്തിന് അമേരിക്കയിലെ ഏറ്റവും വലിയ ബാങ്കുകളിലൊന്നാണ് ചേസ് ബാങ്ക്. അതിൻ്റെ CEO പറഞ്ഞു ഈ കാര്യം ഇതെല്ലാം കൂടി സമ്പദ് വ്യവസ്ഥ മുഴുവനും തകർന്നു വീഴും എന്നൊക്കെ അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുൻപ് അദ്ദേഹം പറഞ്ഞു, എനിക്ക് തെറ്റിപ്പോയി, ട്രംപാണ് ശരി. ഞാൻ പറഞ്ഞത് പലപ്പോഴും കാര്യങ്ങൾ തമസ്കരിക്കപ്പെടുന്നത് ഈ കോലാഹലങ്ങൾക്കിടയിലാണ്.
ഇത് തെറ്റായ ഒരു 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 നയമാണ് എന്ന് കരുതിയിരുന്നവർ തന്നെ ഇപ്പോൾ അവരുടെ ട്യൂണൊന്ന് മാറ്റി പിടിക്കുക. ട്രംപും പല കാര്യങ്ങളും പുള്ളി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈ ബഹളങ്ങൾക്കിടയിലൂടെ നടപ്പിലാക്കി കൊണ്ടുപോകുന്നുണ്ട്. എക്സാക്ട്ലി അല്ലേ? അപ്പോൾ അതാണ് പുള്ളിയുടെ ഒരു തന്ത്രമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു അമേരിക്കയിൽ താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഈ കാര്യങ്ങളെ നോക്കിക്കാണുന്നത്, അടിസ്ഥാനപരമായി ചൈന പോലുള്ള രാജ്യങ്ങൾ അവരുടെ സകല സാധനങ്ങളും കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന സ്ഥലമാണ് അമേരിക്ക. അതേസമയം അമേരിക്കയിലെ വ്യവസായ സ്ഥാപനങ്ങൾ മുഴുവനും പൂട്ടിക്കെട്ടി. അവിടെ ഒരു പ്രൊഡക്ഷനും നടക്കാത്ത നിലയിൽ ഇത് മുഴുവനും ചൈനയിലേക്ക് പോയി. എന്നാൽ ഇത് അപകടമാണെന്ന് മണത്തറിഞ്ഞ ചൈനയുടെ അന്താരാഷ്ട്ര നിലപാടുകൾ ലോകത്തിന് തന്നെ ദോഷമായി തീരും എന്ന തിരിച്ചറിവ് ഈ അടുത്ത കാലത്താണ് അമേരിക്കക്കാർക്കും യൂറോപ്യൻസിനും ഒക്കെ ഉണ്ടായി കഴിഞ്ഞത്. അവരുടെ എല്ലാ നീക്കങ്ങളും ഇതിനെ മുഴുവനും, ഈ ലോകത്തെ മുഴുവനും വിഴുങ്ങിക്കളയുക എന്ന പദ്ധതി തന്നെയാണ് അവരുടെ ലക്ഷ്യം, അല്ലാതെ മറ്റൊന്നുമല്ല. അതിന് നമ്മളും കൂടെ കൂട്ടുപിടിച്ചാൽ നമ്മളും കൂടെ തകരുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് അല്പം മുമ്പ് സാംകുട്ടി എന്നോട് പറഞ്ഞു, പ്രധാന ചോദ്യം അതാ, നമ്മൾ പറഞ്ഞു ഇന്ത്യ ചൈനയോട് അടുക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയമായിട്ട് അതൊരു നിലനിൽപ്പ് എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ചൈന നമുക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുമെന്ന് മുൻകാലാനുഭവങ്ങൾ വെച്ചൊരു സാധ്യതകളും അവശേഷിക്കുന്നില്ല. അവർക്കെന്നും അവരുടെ കാര്യമാണ് ഏറ്റവും വലുത്. മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ ഒരു വ്യവസായ മേഖലയാണ് സ്റ്റീൽ. പ്രത്യേകിച്ച് ഈ വളരെ പ്രിസിഷൻ ആയിട്ടുള്ള പല കാര്യങ്ങളും നിർമ്മിക്കുന്ന സ്റ്റീലിന് അത് രാഷ്ട്രത്തിൻ്റെ ഭാവിയെ തന്നെ നിയന്ത്രിക്കുന്ന കാര്യമാണ്. പല വളരെ സെൻസിറ്റീവായിട്ടുള്ള ഏരിയകളിലും ഉപയോഗിക്കേണ്ട സ്റ്റീലിന് കുഴപ്പം വരുത്താൻ ഒരു രാജ്യം വേറൊരു രാജ്യം വിചാരിച്ചാൽ കഴിയും. ഇതൊക്കെ രാജ്യദ്രോഹമാണെന്നും രാജ്യത്തിന് അപകടമാണെന്നും തിരിച്ചറിയാൻ അല്പം വൈകി പോയി അമേരിക്കക്കാരെന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനമെന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ പുതിയ നീക്കങ്ങൾ ഇപ്പോൾ ട്രംപിനെ തടയിടുക എന്നുള്ള മാത്രം ലക്ഷ്യമാക്കി ഏതെങ്കിലും രാജ്യങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചാൽ അത് പരാജയപ്പെടാനുള്ള സാധ്യതയാണ് ഏറെ. കാരണം ലൂസ് ചെയ്യാനുള്ളത്, നഷ്ടപ്പെടാനുള്ളത് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നവർക്കാണ്. അപ്പോൾ അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇത്രയേ ഉള്ളൂ, ലെറ്റ് us talk about it. നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം, നമുക്കൊരു നല്ല ടേംസിൽ കാര്യങ്ങൾ വരാം, നിങ്ങൾക്കും ഞങ്ങൾക്കും ഗുണം ഉണ്ടാകുന്ന നിലയിൽ. ഡീലുകളുടെ ആശാനാണ്. അതെ, അപ്പോൾ ഡീൽ മേക്കറാണ്. ഒരു കാര്യങ്ങൾ അത് ഇപ്പം ഞാൻ പറഞ്ഞ ന്യൂയോർക്ക് സിറ്റിയിലെ ഈ പ്രധാന കെട്ടിടങ്ങളുടെ ഉടമ എന്ന് പറയുന്ന അദ്ദേഹമാണ്. അതൊന്നും ഇദ്ദേഹത്തിന് ആരെങ്കിലും ബില്യൺസ് ഓഫ് ഡോളർ കൊടുത്ത് സംഭവിച്ച കാര്യമൊന്നുമല്ല. ഇറ്റ് ഈസ് ഓൾ ആഫ്റ്റർ എഫക്റ്റ് ഓഫ് ഡീൽ മേക്കിംഗ്. അപ്പോൾ അത് തന്നെയാണ് പുള്ളി രാഷ്ട്രീയ രംഗത്തും ഉപയോഗിക്കുന്നത്. അതിൻ്റെ ലക്ഷ്യം അമേരിക്കയുടെ ഒരു മടങ്ങിവരവ്, സാമ്പത്തിക നിലപാടുകൾ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, സ്റ്റീലിൻ്റെ കാര്യം ഞാൻ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്. അത് വളരെ സെൻസിറ്റീവാണ്. അത് ഞാൻ പറഞ്ഞ നമ്മുടെ ഒരു സ്റ്റീൽ പാത്രം വാങ്ങിക്കുന്ന കാര്യമൊന്നുമല്ല. അതിൽ ഈ ഡിഫൻസിന് ഉപയോഗിക്കുന്ന, അതുപോലെ മറ്റ് വളരെ സെൻസിറ്റീവായിട്ടുള്ള IT മേഖലകളിൽ ഒക്കെയുള്ള വ്യവസായ സ്ഥാപനങ്ങൾക്ക് വേണ്ടതെല്ലാം അമേരിക്ക കൊടുക്കുന്നതിന് പകരം വളരെ പെട്ടെന്ന് ചൈന ആ കാര്യങ്ങളിൽ കടന്നുകയറ്റം നടത്തി. കോവിഡ് കാലത്തേക്ക് ഞാനൊന്ന് പോവുകയാണ്. കോവിഡ് കാലത്ത് മാസ്കുകൾ ഇല്ലായിരുന്നു. നമ്മുടെ പല സഹോദരിമാരും മലയാളികൾ പൊതുവെ നേഴ്സുമാരായിട്ട് ജോലി ചെയ്യുന്നവരാണ്. ആഴ്ചകൾ ഒരു മാസ്ക് ഉപയോഗിച്ച ചരിത്രം അവർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്.
അതിൻ്റെ റീസൺ എന്നാ? ഈ സാധനം ഇല്ലാഞ്ഞിട്ടാണോ അതോ ആരോ ഈ കാര്യത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിച്ചതാണോ? ഇത് മേജറായിട്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന രാജ്യം ചൈനയാണ്. അവരെ കൊടുക്കുകയില്ലെന്ന് തീരുമാനിച്ചു. അത് എത്ര വളരെ ഗൗരവമായ, ഒരുപക്ഷെ ആത്മഹത്യാപരമെന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന നിലയിലുള്ള സ്ഥിതി സംജാതമായി. അതുപോലെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ആശുപത്രികൾക്ക് വേണ്ട അനേക കാര്യങ്ങൾക്ക് ഏറെ ക്ഷാമം. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു പുനർവിചിന്തനത്തിന് രാഷ്ട്രീയ നേതൃത്വത്തിനും അതുപോലെ ചിന്തിക്കുന്ന ധാരാളം ആളുകൾക്കും മറ്റൊരു നിലയിൽ ചിന്തിച്ച് മതിയാകൂ എന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. ഇത് തിരിച്ചറിയാതെ ഇപ്പം ഏത് കാര്യത്തിൻ്റെയും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഒരു ക്രമീകരണം വരാത്തിടത്തോളം കാലം ബാക്കിയെല്ലാം നമ്മൾ ഒരു ടേപ്പ് വെച്ച് ഒട്ടിക്കുന്ന ഒരു പരിപാടികൾ. ഇപ്പം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ വീട് വയ്ക്കുന്നതിനെക്കുറിച്ച്, രണ്ടുപേരുടെ വീട് പണിയെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. ഒരുത്തന്നെ വളരെ പെട്ടെന്ന് വളരെ കൃത്യമായിട്ട് എല്ലാം പണിതുമൊക്കെ വെച്ച് വളരെ മനോഹരമായിരുന്നു. മറ്റേ ആൾ കുഴിച്ചു തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴത്തേക്കിന് ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ടവൻ്റെ വീട് എത്രയെല്ലാം അതിനെതിരെ ഉയർന്നു വന്ന എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് അത് പിന്നെ അവിടെ തന്നെ നിൽക്കുക. പക്ഷേ മണലിന്മേൽ പണിഞ്ഞവൻ്റെ വീട് തകർന്നടിഞ്ഞ് പൊടിഞ്ഞു പോയെന്ന് പറയുന്നത് പോലെ തന്നെയാണ് അമേരിക്കയുടെ സാമ്പത്തിക രംഗത്തും അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ടായിക്കൊണ്ടിരുന്ന ആത്മീയ അധപ്പതനം. നമുക്കതിലേക്ക് വരാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ, ഈ ട്രംപിൻ്റെ ഈ ഭരണം ഇപ്പോൾ ചില മാസങ്ങൾ, ഒരു വർഷം ഒക്കെ ആകുമ്പോഴേക്ക് എന്താണ് അമേരിക്കയിൽ ട്രംപിനോടുള്ള മനോഭാവം പൊതുവിൽ സാധാരണക്കാരായ അമേരിക്ക? ഞാൻ അല്പം മുമ്പ് പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിൻ്റെ നയം തെറ്റായിപ്പോയി എന്ന് വിമർശിച്ചിരുന്നവരാണ് ഇപ്പോൾ ചുവട് മാറ്റിയിരിക്കുന്നത്. വിലക്കയറ്റം ചില കാര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മറ്റേത് രാജ്യത്തെക്കാളും വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ വളരെ പുറകിലാണ് അമേരിക്ക. ഇപ്പോൾ കഴിഞ്ഞ ഒരു റിപ്പോർട്ടിംഗ് ടൈമിൽ അവർ വിചാരിച്ചിരുന്നതിനേക്കാൾ വളരെ കുറച്ച് മാത്രമേ ഹോൾസെയിൽ പ്രൈസസ് കൂടിയിട്ടുള്ളൂ. അപ്പോൾ അതുതന്നെ പെട്ടെന്ന് സ്റ്റോക്ക് മാർക്കറ്റൊക്കെ താഴെ പോകുമെന്ന് വിചാരിച്ചിരുന്നവരിപ്പോൾ റെക്കോർഡ് ഹൈയിലാണ് ഇതുവരെ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റ് നീങ്ങുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ ഈ ഡേറ്റ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ല. ഞാനൊരു ക്രൈസ്തവനാണ്, ഞാനൊരു ക്രിസ്തീയ സുവിശേഷ പ്രവർത്തകനാണ്. എനിക്ക് കാര്യങ്ങളെ സത്യസന്ധമായി വിശകലനം ചെയ്യേണ്ടതുണ്ട്. എൻ്റെ നിലപാടുകൾ അങ്ങനെ ആയിരിക്കണം. ഒരു ക്രൈസ്തവ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നയാളെന്ന നിലയിൽ അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമുള്ള ആളായതുകൊണ്ട് തന്നെയാണ് സത്യത്തിൻ്റെ ഭാഗത്ത് നിൽക്കാൻ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ ഒരു നിലയിൽ ഈ എല്ലാ കാര്യങ്ങളും ഇന്ന് തീരുമാനിക്കുന്ന ഡേറ്റയാണ്. ആ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ഇതുവരെ ഈ പുതിയ ഭരണകൂടത്തിൻ്റെ തീരുമാനങ്ങളും നയപരിപാടികളും രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് ദോഷം വരുമെന്ന ചിന്തയ്ക്ക് പകരം അമേരിക്കയിലേക്ക് പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരക്കണക്കിന് ബില്യൺ ഡോളറുകളുടെ ഡീലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങൾ, അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ, ജപ്പാനെ സംബന്ധിച്ചിടത്തോളം അവർക്കെന്നും അവരുടെ കാര്യം മാത്രമേ ഉണ്ടായിരുന്നു. വേറെ ആരുടെയും താല്പര്യങ്ങൾ അവർക്കൊരു പ്രശ്നമായിരുന്നില്ല. അവരുൾപ്പെടെ കാര്യങ്ങൾ മാറ്റിപ്പിടിക്കാൻ കാരണം വാസ്തവത്തിൽ ഈ മനുഷ്യൻ്റെ ഇടപെടലല്ലേ ഇല്ലെങ്കിൽ. അത് മനസ്സിലായി. അതായത് ഇപ്പോൾ ജപ്പാനാണെങ്കിലും സൗത്ത് കൊറിയ ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ഇതെല്ലാം അമേരിക്കയോട് ചേർന്ന് നിന്ന ഇന്ത്യ ഏറ്റവും അവസാനം, മറ്റവരെല്ലാം നേരത്തെ. അപ്പോൾ ഇത് ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണറായിട്ട് ഇന്ത്യ ഈ മേഖലയിൽ ചൈനയ്ക്കെതിരെ അമേരിക്കയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വളർന്നു വന്ന ഒരു വലിയൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തെയാണ് ഒറ്റയടിക്ക് എന്ത് ചെയ്തിരിക്കുന്നത്,
തകർത്ത് കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ആരുടെ ഭാഗത്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കാട്ടിലും ഈ ബന്ധത്തിലുണ്ടായ ഉലച്ചിൽ, അല്ലെങ്കിൽ ഈ ഇന്ത്യ അമേരിക്ക ബന്ധത്തിലുണ്ടായിരിക്കുന്ന ഈ തകർച്ച, ഇത് രണ്ട് രാജ്യങ്ങൾക്കും ഒരുപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതല്ലേ. ഇപ്പം നമുക്ക് ഈ H1B വിസയുടെ കാര്യം എടുത്ത് പരിശോധിച്ചാൽ തന്നെ അത് ഇത്രയും ആളുകൾക്ക് ഒറ്റയടിക്ക് വലിയ ഹ്യൂജ് എമൗണ്ട് ചാർജ് ചെയ്യുമ്പോഴേക്ക് ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ആരായിരുന്നു? അമേരിക്ക തന്നെയായിരുന്നു. ഈ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയ, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് അവിടേക്ക് വന്ന ഈ കഴിവുള്ള പ്രാപ്തന്മാരായിട്ടുള്ള ചെറുപ്പക്കാർ മുഴുവൻ അമേരിക്കയ്ക്ക് വേണ്ടിയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവരെ ഇത്രയും കാലഘട്ടം ഉപയോഗിച്ചു. ഇതിനെല്ലാം ഒരു ചില കാലയളവുകൾ വെച്ച് ചെറിയ നിലയിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇത്രയും വലിയ അപകടം ഉണ്ടാകത്തില്ലായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ തകർച്ചയിലേക്ക് എന്ത് ചെയ്യുകയാണ്, ഇന്ത്യയിലെ ഒരു സെക്ടർ മുഴുവൻ പോവുകയാണ്. അതുപോലെ പല മേഖലകൾ, ഇപ്പം മെഡിസിൻ്റെ കാര്യമായാലും ഒക്കെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആ ബന്ധം തകർത്തെറിയത്തക്ക നിലയിൽ പെട്ടെന്നൊരു ഇത്ര വലിയൊരു തീരുമാനമെടുത്ത് പോകുമ്പോൾ നമുക്കിത് എവിടേക്ക് എത്തുന്നു എന്നാണ് സാറിൻ്റെ ഒരു നിരീക്ഷണം. എന്ത് സംഭവിക്കും ഇതിനകത്ത്? അതിൻ്റെ മറുവശം ഞാൻ പറയാം. ഇത്രയും വലിയ ആഘാതങ്ങൾ ഉണ്ടാകുന്നു, ഇനിയും ഉണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ ഒരു സമന്വയത്തിലേക്ക് വരാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അവിടെ എനിക്കൊരു പ്രയോജനം ഉണ്ടാകണം. ആ പ്രയോജനം എങ്ങനെ പ്രാവർത്തികമാക്കുക? എൻ്റെ ഈഗോ ഒന്നുമല്ല ഇവിടെ പ്രശ്നം. ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ ജനങ്ങൾ ഈ H1B വിസയിൽ വരുന്ന മജോറിറ്റി ആയിട്ടുള്ള ആളുകൾ ഈ രാജ്യത്തിൻ്റെ, ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് വരുത്തിയ മാറ്റം ചില്ലറയല്ല. ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിലും അതുപോലെ അമേരിക്കയിൽ പ്രത്യേകിച്ച് IT രംഗത്ത് പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുടെ സംഭാവനകളാണ്. ഒരു ഭാഗം ശരിയാണത്. അപ്പോൾ ആ നിലകളിൽ ഇപ്പം ഞാൻ പറയാം, ഇവിടെയുള്ള മേജർ കമ്പനികൾ, വളർന്നു വരുന്ന, വളരെ പെട്ടെന്ന് വളർന്ന കമ്പനികൾ മിക്കതും IT രംഗത്ത് പ്രവർത്തിക്കുന്നവർ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആർക്ക് പ്രയോജനമെന്നുള്ളതിന് അപ്പുറത്ത് ഇതൊരു ബിസിനസ് ഡീലായിട്ട് തന്നെ കണ്ടെങ്കിൽ മാത്രമേ ഇതിനെ വളരെ വ്യക്തമായിട്ട് ഇതിനെ ഡിഫൈൻ ചെയ്യാനും ഇതിനെ ഡീൽ ചെയ്യാനും ഇതിൻ്റെ പരിഹാരം ഉണ്ടാകാനുമായിട്ടിടയാകത്തുള്ളൂ. ഞാൻ അതുകൊണ്ട് ആമുഖത്തിൽ പറഞ്ഞത് ഇതൊരു സാധാരണ സാഹചര്യമല്ല, ഇതൊരു സാധാരണ നേതൃത്വമല്ല. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ ഇന്ന് വരെ ഉണ്ടായിരുന്ന അമേരിക്കൻ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ചിന്തകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ, രാത്രിയും പകലും പോലുള്ള വ്യത്യാസം നമുക്കതിൽ കാണാം. ഞാൻ മുമ്പേ പറഞ്ഞ അതേ കാര്യം ഈ ഭരണരംഗത്ത് വരുന്നവർ, അധികാര രംഗത്ത് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ പലപ്പോഴും ആശ്രയിച്ചിരുന്നത് ബ്യൂറോക്രസിയാണ്. അവരുടെ തീരുമാനങ്ങളും അവരുടെ ചിന്തകളും ആണ് ഈ കാര്യത്തിൽ ഒരു നയപരിപാടികളിലേക്ക് വന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള മറ്റൊരാൾ വന്നിട്ട് പറയുകയാണ് ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്, മറ്റൊരു രീതിയിൽ നമുക്ക് ചെയ്യണം, ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ രാജ്യത്തിൻ്റെ ഭാവി അപകടത്തിലാണ് എന്ന് ഒരാൾക്ക് തിരിച്ചറിവുണ്ടായാൽ അദ്ദേഹത്തെ നമുക്ക് എന്തുകൊണ്ട് ചോദ്യം ചെയ്യാൻ പറ്റും? ഞാൻ ചോദിക്കാം, ഒരു ഇന്ത്യൻ വംശജൻ ഇന്ത്യയിൽ വന്നാൽ, കേരളത്തിൽ വന്നാൽ അദ്ദേഹത്തിൻ്റെ അവകാശങ്ങൾ പരിമിതപ്പെടുത്തുന്ന ഒരു ഇടപെടലല്ലേ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുണ്ടായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു രാജ്യത്തിന് അവരുടെ താല്പര്യങ്ങൾ സൂക്ഷിക്കേണ്ടതിന് അങ്ങനെ ഒരു നിലപാടെടുക്കുന്നതിൽ നമുക്ക് എങ്ങനെയാണ്? ഇത് ഞാൻ പറയുന്നത് ഇന്ത്യൻ വംശജരായ സാധാരണക്കാരായ ആളുകളുടെ കാര്യമാണ്. ഓരോ ദിവസം കഴിയും തോറും അത് ഞങ്ങൾ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുമെന്ന പ്രഖ്യാപനങ്ങൾ നമ്മളൊക്കെ കേട്ടുകൊണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കെന്തുമാകാം, നിങ്ങളൊന്നും ചെയ്യരുത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്റ്റാറ്റസ് കോ, കഴിഞ്ഞ കാലത്തിൽ നിങ്ങൾ ചെയ്ത പോലൊക്കെ ഞങ്ങൾ ചെയ്യണം.
പിന്നെ ഞങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ ഞങ്ങൾ ചെയ്യുമെന്ന് പറയുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഒരു വിചാരതലം എങ്ങനെയാണെന്ന് എനിക്കൊരു പിടിയും ഇതുവരെ കിട്ടിയിട്ടില്ല. ഓക്കെ, ഇവിടെ പിന്നെ പൊതുവിൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ മുഴുവൻ മോദി സ്തുതികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പം മോദി അവരുടെ ഒരു ദൈവത്തെ പോലെ കരുതിയിരുന്ന മാധ്യമങ്ങളാണ്. ആ മാധ്യമങ്ങൾ ഇപ്പോൾ നേരെ തിരിഞ്ഞ് ട്രംപിനെ വിളിക്കാവുന്നത് മുഴുവൻ വിളിക്കുകയാണ്. അപ്പം ആ കൂട്ടത്തിലുള്ള ഈ ട്രോളുകളുടെ കൂട്ടത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ട്രംപിന് നോബൽ പ്രൈസ് കിട്ടുക എന്നുള്ള ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയാണ് അദ്ദേഹം ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യത്തിലൊക്കെ ഇടപെട്ടു എന്ന് പറഞ്ഞാൽ അത് സമ്മതിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലെന്നൊക്കെയാണ് ഇവിടെയുള്ള ഒരു പൊതു ബോധം ആളുകൾക്ക്. ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ അധികം മലയാളി ഈ പുതിയ സോഷ്യൽ മീഡിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കാറില്ലാത്ത ഒരാളായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് എൻ്റെ ചില സ്നേഹിതർ എനിക്ക് അയച്ചു തന്ന പല കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള നിജസ്ഥിതികൾ അറിയാനുള്ള താല്പര്യത്തോടെ പറഞ്ഞ പല കാര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനതൊക്കെ ശ്രദ്ധിച്ചു. അതിലൊരു 99% കാര്യങ്ങളും നിരർത്ഥകം, അർത്ഥമില്ലാത്ത കാര്യമാണ്. ഞാൻ അല്പം മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സുവിശേഷകനാണ്. ഞാൻ സുവിശേഷ പ്രവർത്തനം തുടങ്ങുന്നത് എൻ്റെ ടീനേജ് ഇയേഴ്സിലാണ്. അടുത്തുള്ള കവലകളിലൊക്കെ ഞങ്ങൾ പോയി പ്രസംഗിക്കുമായിരുന്നു. ഇന്നത്തെ വളരെ പ്രസിദ്ധരായ പ്രസംഗകർ ഉൾപ്പെടെ പ്രസംഗിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളോട് പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇതിനുള്ള പണം കിട്ടുന്നത്? അമേരിക്കയാണോ ഇത് തരുന്നത്? ഒരിടത്ത് ഞങ്ങൾ ചെന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, CIA ചാരന്മാരാണ് ഞങ്ങൾ. CIA എന്താണെന്ന് അറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. 30 വർഷം മുമ്പാണ്. 30 അല്ല 40 വർഷം മുമ്പ് അന്നേ ഇതൊക്കെ പറഞ്ഞ് നടന്നവരാണ്. അപ്പോൾ നമുക്ക് ആരും ഒന്നും തന്നിട്ടല്ല, നമ്മുടെ പോക്കറ്റിൽ ദൈവം തന്ന നന്മകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിതൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ വെറും വ്യാജപ്രചരണങ്ങളേറെയാണ്. അത് ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഈ കടന്നുകയറ്റം വന്നപ്പോൾ ആർക്കെങ്കിലും ഒരു ഫോൺ ഉണ്ടെങ്കിൽ അവനിപ്പോൾ ഈ കാര്യങ്ങളുടെ എല്ലാം അവസാന വാക്കായിട്ട് മാറിയിരിക്കുക. എന്നിട്ട് വായിൽ തോന്നുന്ന എല്ലാം പറയുക, ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയം പറയുക. അമേരിക്ക അങ്ങനെയാണ്, അമേരിക്ക ഇങ്ങനെയാണ്, അമേരിക്ക കോലാഹലം ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് മുട്ടുമടക്കി തലയും കുത്തി നിന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളങ്ങളൊക്കെ നടക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊന്നും ഒരു കാര്യമല്ല. അവരിതൊക്കെ എക്സ്പെക്റ്റ് ചെയ്ത് തന്നെയാണ് ഈ നിലപാടുകൾ സ്വീകരിച്ചത്. അതിൽ പരിഹാരമുണ്ടാക്കേണ്ടത് ആർക്കാണോ നഷ്ടം സംഭവിച്ചത് അവരാണ് കാര്യങ്ങൾ. ഇപ്പം റഷ്യ ഉക്രൈൻ വാർ, ആ യുദ്ധത്തിൽ ട്രംപ് സ്വീകരിച്ച പല നിലപാടുകളും ഏറെ കോലാഹലങ്ങൾ അത് സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. അപ്പം ഈ യുക്രൈൻ പ്രസിഡൻറ്റിനോട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, യു ആർ നോട്ട് നെഗോഷിയേറ്റിംഗ് ഫ്രം എ പവർഫുൾ സ്റ്റാൻഡ് പോയിൻറ്റ്. ഒരു ശക്തിയുള്ള വ്യക്തി പറയുന്ന ഒരു നിലപാടല്ല നിങ്ങളുടേത്. നിങ്ങൾ ബലഹീനനാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ട്, ഇങ്ങനെ വേണമെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുകയില്ല എന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ ചില നാളുകൾക്ക് മുമ്പ് നടത്തിയത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ ആ നിലകളിൽ ആരാണ് ബലഹീനതെന്ന് വെച്ചാൽ, ആർക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇളവുകൾക്ക് തയ്യാറാകുക. ഈ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ഒരു പരിധിയുമില്ലാതെ ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാ പ്രയോജനങ്ങളും ഇപ്പോഴും ഞങ്ങൾക്ക് വേണമെന്ന് നിർബന്ധം പിടിക്കുന്നതിന് പകരം മറ്റൊരു രാജ്യം പറയുക, ഞങ്ങളുടെ നന്മ കൂടെ ഞങ്ങൾ നോക്കണം, ഞങ്ങളുണ്ടെങ്കിലേ നിങ്ങളും ഉള്ളൂ. അതല്ലേ അവസാന വാക്ക്. അമേരിക്ക നിലനിന്നെങ്കിലേ മറ്റനേക രാജ്യങ്ങളുടെ നിലനിൽപ്പ് സാധ്യമാവുകയുള്ളൂ. ആ രാജ്യം കൂപ്പുകുത്തിപ്പോയാൽ, അങ്ങനെ ഒരു സാഹചര്യത്തെക്കുറിച്ച് സാംകുട്ടിയുടെ ചിന്ത എന്താ? അല്ല, ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സൂപ്പർ പവർ എന്നുള്ള നിലയിൽ അമേരിക്കയുടെ ഇടപെടലുകൾ എല്ലാ കാലഘട്ടങ്ങളിലും അത് ഈ ലോകത്തിൻ്റെ ഒരു ഹാർമണി നിലനിർത്താനായിട്ട് ഉപകരിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ ഒപ്പീനിയനുള്ള ആളുകളുണ്ടായിരിക്കും. എന്നാൽ എൻ്റെ ഒരു ധാരണ, വായനയിൽ നിന്നൊക്കെ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ബോധ്യമെന്ന് പറയുന്നത്, അമേരിക്ക പല സന്ദർഭങ്ങളിൽ ചിലതൊക്കെ പാളിപ്പോയിട്ടുണ്ടാകാം, പക്ഷേ
അമേരിക്ക പോലെ ഒരു ശക്തിയുടെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ, അല്ലെങ്കിൽ അമേരിക്ക തടയിട്ടില്ലായിരുന്നെങ്കിൽ ലോകത്തിൽ പലതും പല സന്ദർഭങ്ങളിലും സംഭവിച്ചു പോയേനെ. മാത്രവുമല്ല, ഇപ്പം ചൈന പോലുള്ള ഒരു രാജ്യം കയറി വരുമ്പോൾ അത് പല രാജ്യങ്ങൾക്കും അപകടമാണ്, ചെറിയ രാജ്യങ്ങൾക്കെല്ലാം അപകടമാണ്. അത് നമ്മുടെ കണ്ണിന് മുമ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പല രാജ്യങ്ങൾ, ആഫ്രിക്കൻ കൺട്രീസിലും അല്ലെങ്കിൽ മറ്റു പലയിടത്തും ചൈനയുടെ ഇടപെടലുകൾ ഒരു എത്തിക്സും ഇല്ലാതെയാണ് പോകുന്നത്. അപ്പം ഒരു ജനാധിപത്യ സംവിധാനമില്ലാത്ത, ജനാധിപത്യവുമായിട്ടൊരു അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലാത്ത ഒരു രാജ്യം ഡൊമിനേറ്റ് ചെയ്ത് വരുന്നതിനേക്കാൾ എപ്പോഴും അമേരിക്ക ഒരു ജനാധിപത്യ രാജ്യമാണ്. ഒന്നുമില്ലെങ്കിലും 4 വർഷം കൂടുമ്പോൾ പുതിയ ഒരു ഇലക്ഷനും ഒരു പുതിയ നേതാവും വരുന്നുണ്ട്. അപ്പം ആശയങ്ങൾ മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രാജ്യം ലോകത്തെ നിയന്ത്രിക്കാൻ, ലോകത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കാൻ ഉള്ളതാണ് ഏറ്റവും നല്ലതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. പോളിഷ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതാവായിരുന്ന ലേക്ക് വലേസയുടെ വാക്കുകൾ ഞാൻ കടമെടുക്കുക. അദ്ദേഹം പറഞ്ഞത്, അമേരിക്ക ഈസ് ദ ലാസ്റ്റ് ഹോപ്പ് ഫോർ ദ വേൾഡ്. കാരണം കമ്മ്യൂണിസത്തിൻ്റെ ഭീകരതകൾ മുഴുവനും അനുഭവിച്ച ഒരു ജനതയെ മുഴുവനും അതിൽ നിന്ന് വിമോചിപ്പിക്കാൻ പെട്ട പാടുകൾ അന്ന് അമേരിക്കൻ പ്രസിഡൻ്റ് ആയിരുന്ന റെയ്ഗൻ്റെയും മറ്റും ഇടപെടലുകളാണ് ആ രാജ്യത്തെ രക്ഷിച്ചതെന്ന് വേണമെങ്കിൽ അക്ഷരാർത്ഥത്തിൽ നമുക്ക് പറയത്തക്ക നിലയിൽ കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചു. അമേരിക്കയുടെ പോക്ക് തെറ്റുന്നു എന്ന തിരിച്ചറിവ് വന്നപ്പോഴാണ് ലേക്ക് വലേസ ഈ കാര്യം പറയുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, നമുക്കെല്ലാം നിലനിന്നേ ഒക്കത്തുള്ളൂ. അമേരിക്കക്കാരായാലും ഇന്ത്യക്കാരായാലും ചൈനക്കാരായാലും നമുക്കെല്ലാം നിലനിൽക്കണം. നമ്മളെല്ലാവരും അന്യോന്യം സഹായവും അന്യോന്യം ബലപ്പെടുത്തുകയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നിലനിൽക്കൂ എന്ന ഒരു തിരിച്ചറിവിലേക്ക്, ഒരു വിശാലമായ ലോകത്തിൻ്റെ ചിന്തകളിലേക്കൊക്കെ പോയില്ലെങ്കിൽ കൃത്യമായ അപകടങ്ങളാണ് ലോകമെമ്പാടും ഉണ്ടാകാൻ പോകുന്നത്. സാർ പറഞ്ഞു വന്ന കാര്യങ്ങൾ എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. പ്രേക്ഷകർക്കും അത് ആ നിലയിൽ മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. അമേരിക്ക പോലൊരു ശക്തി ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ തന്നെ ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യ പോലൊരു രാജ്യത്ത് അൺസ്റ്റേബിളായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സിറ്റുവേഷൻസൊക്കെ ഉണ്ടാകാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പം പ്രധാനമന്ത്രി അത് നയിക്കുന്ന പാർട്ടിയൊക്കെ ആ കാര്യങ്ങളിൽ കുറേ കൂടെ കൺസേൺഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പല കാര്യങ്ങളിലും ഡിസിഷൻസ് എടുക്കുവാനോ അതിനനുസരിച്ച് മുന്നോട്ട് പോകുവാനോ സാധിക്കാതെ വരുന്ന ചില സാഹചര്യങ്ങൾ ഇവിടുത്തെ പൊളിറ്റിക്കൽ സിനാരിയോയിൽ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ട്രംപിൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതന് പല കാര്യങ്ങളിലും ട്രംപിനോട് യോജിച്ച് നിൽക്കാൻ പറ്റാത്തത്. ഇപ്പോൾ ഇന്ത്യ ചെന്നെത്തിപ്പെട്ടിരിക്കുന്ന വലിയൊരു ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യമുണ്ട്. നമ്മുടെ രാജ്യം എന്നുള്ള നിലയിൽ നമ്മൾ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നു എന്നുള്ള നിലയിൽ നമ്മളുടെ രാജ്യത്തിൻ്റെ നന്മ കൂടെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരുമാണ്. അപ്പോൾ തന്നെ അമേരിക്കയും ലോകത്തിൽ ഏറ്റവും ശക്തമായിട്ട് നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടട്ടെ എന്നൊരു പോസിറ്റീവായിട്ടുള്ള ചിന്തയോടുകൂടെ നമുക്ക് ഈ ടോക്ക് ഇവിടെ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി.